പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പകൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിൽ പ്രിയ ദൈവമക്കളോടും ദൈവസഭയോടും പ്രിയ കർത്തദാസനോടും കൂടി ആയിരിക്കുവാൻ സർവകൃപാലുവായ ദൈവം സഹായിച്ച ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. വിശിഷ്യ ഈ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന പ്രിയ ദേവദാസൻ കുടുംബം, കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മെ എല്ലാം നടത്തിയ വിവിധങ്ങളായ അനുഭവങ്ങൾ ഓർക്കുമ്പോൾ എത്ര നന്ദി പറഞ്ഞാലും ദൈവം നമുക്ക് മതിവരികയില്ല. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തികളെ നമ്മൾ ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കണം എന്നുള്ളത് തന്നെയാണല്ലോ ദൈവത്തിൻ്റെ ഉദ്ദേശവും. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗം ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 2 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം, അതിൻ്റെ 3, 4, 5 വാക്യങ്ങൾ. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡികങ്ങൾ അല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനൊട്ട് പിടിച്ചടക്കി നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയും ഇരിക്കുന്നു. നിങ്ങൾ ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവത്തിൽ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, മനോഹരമായിരിക്കും നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുകയും അങ്ങയെ സ്തുതിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ നടുവിലുള്ളതിനായി സ്തോത്രം ചെയ്യുകയാണ്. അങ്ങയുടെ ഭൃത്യനിൽ കൂടെ ശക്തമായ ദൈവിക ആലോചനകൾ സംസാരിക്കുവാൻ, അത് കേട്ട് അനുഗ്രഹം പ്രാപിക്കുവാനും ദൈവം സഹായിച്ചതിനായി സ്തോത്രം. തുടർന്നും അങ്ങയുടെ ഇമ്പമേറിയ ശബ്ദം ശ്രവിക്കുവാനായ ആഗ്രഹത്തോടെ ഞങ്ങളായിരിക്കുന്നുവല്ലോ. കർത്താവെ, ഞങ്ങളോട് അങ്ങ് സംസാരിക്കണമേ. അങ്ങയുടെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അങ്ങയുടെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി തീരുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് അടിയനെയും സമർപ്പിക്കുകയാണ്. സംസാരിക്കേണ്ട വണ്ണം പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുവാൻ അഭിഷിക്തന്മാരെ ശക്തീകരിച്ച് അതേ ആത്മാവിനാൽ അടിയനെയും ശക്തീകരിക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുകയാണ്. കർത്തൃകരങ്ങൾ സമർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. 2 കൊരിന്ത്യർ ലേഖനത്തിൻ്റെ പശ്ചാത്തലങ്ങളൊക്കെ നമുക്ക് വളരെ സുപരിചിതമായിട്ട് അറിയാം. പൗലോസിൻ്റെ അപ്പോസ്തലത്വത്തെ, ശുശ്രൂഷയെ ഒക്കെ ചോദ്യം ചെയ്ത് പൗലോസിൻ്റെ ശുശ്രൂഷയിൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നവർ, യേശുവിനെ മനസ്സിലാക്കിയവർ, മറ്റ് അപ്പോസ്തലന്മാരുടെ സ്വാധീനതയും മറ്റുള്ള ശുശ്രൂഷകന്മാരുടെയൊക്കെ സ്വാധീനത നിമിത്തം പൗലോസിൻ്റെ അപ്പോസ്തലത്വത്തെ ചോദ്യം ചെയ്ത സന്ദർഭങ്ങളിൽ, അതായത് സഭയിലൊരു കലക്കമുണ്ടായപ്പോൾ, പ്രശ്നമുണ്ടായപ്പോൾ, അതിൻ്റെ നടുവിൽ തൻ്റെ ശുശ്രൂഷയെയും തൻ്റെ അപ്പോസ്തലത്വത്തെയും ഒക്കെ വ്യക്തമാക്കുവാൻ എഴുതിയ ഒരു ലേഖനമാണ് 2 കൊരിന്ത്യർ ലേഖനം. 1 കൊരിന്ത്യർ ലേഖനത്തിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. 1 കൊരിന്ത്യർ ലേഖനത്തിൽ അവിടെ അതിൻ്റെ 1-ാമത്തെ വാക്യമൊക്കെ വരുമ്പോൾ സഭയ്ക്കകത്ത് ഭിന്നതയുണ്ടായി, പല നിലകളിൽ കലഹമുണ്ടായി, പല ശുശ്രൂഷകന്മാരുടെ പക്ഷം ചേർന്ന് ആളുകൾ മാറുന്ന സാഹചര്യത്തെക്കുറിച്ച് വ്യക്തമാക്കിക്കൊണ്ടാണ് 1 കൊരിന്ത്യർ ലേഖനം ആരംഭിക്കുന്നത്. അവിടെ നമുക്ക് പല നിലകളിലുള്ള പക്ഷങ്ങൾ കാണാം. പൗലോസിൻ്റെ പക്ഷം, അപ്പല്ലോസിൻ്റെ പക്ഷം, കേഫാവിൻ്റെ പക്ഷം, ക്രിസ്തുവിൻ്റെ പക്ഷം, അങ്ങനെ 4 പക്ഷങ്ങളായി സഭയിലെ വിശ്വാസികൾ തിരിഞ്ഞ് ആശയപരമായി പല നിലകളിലുള്ള സംഘടനകളൊക്കെ താൻ അരയോപക കുന്നിന്മേൽ നിന്നുകൊണ്ട് ക്രിസ്തുവിനെ അജ്ഞാത ദേവനെന്ന വേദിക്കല്ല് ചൂണ്ടി പ്രസംഗിച്ച് അവിടെ ഒരു രീതിയിലുള്ള വിശ്വാസ സമൂഹവും ഉടലെടുക്കാത്ത പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ പൗലോസ് പ്രസംഗിച്ച അനന്തരം തൻ്റെ സുവിശേഷ പ്രസംഗം കേട്ട് രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന ആളുകൾ നിമിത്തം രൂപപ്പെട്ട സഭയാണ്. അതായത് തന്നെ പ്രസംഗത്തിൽ
തൻ്റെ ആത്മീക മക്കളെന്ന് പറയാവുന്ന ആളുകൾ തനിക്ക് എതിരെ തിരിഞ്ഞ്, തൻ്റെ ശുശ്രൂഷയിൽ കടന്നു വന്ന ആളുകൾ തനിക്കെതിരെ തിരിഞ്ഞ് വിവിധ നിലകളിലുള്ള ഗൂഢാലോചനകളും പദ്ധതികളും ആവിഷ്കരിച്ചിട്ട് അവിടെ പക്ഷം കടന്നു വന്നപ്പോൾ അവരെ ഒന്ന് പ്രബോധിപ്പിക്കുവാൻ 1 കൊരിന്ത്യർ ലേഖനം എഴുതിയെങ്കിൽ 2 കൊരിന്ത്യർ ലേഖനത്തിലേക്ക് തൻ്റെ ശുശ്രൂഷയെ, തൻ്റെ അപ്പോസ്തോലത്തെ, താൻ അപ്പോസ്തോലനല്ല, പൗലോസ് ഒരു ശുശ്രൂഷകനല്ല, പൗലോസ് ഒരു അപ്പോസ്തോലനല്ല എന്ന് ആളുകൾ, തൻ്റെ ശുശ്രൂഷയിൽ കൂടെ കടന്നു വന്ന ആളുകൾ തനിക്കെതിരെ നിന്നപ്പോൾ അവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെ തിരുത്തിക്കൊണ്ട് എഴുതുന്ന ഒരു ലേഖനമാണ് 2 കൊരിന്ത്യർ ലേഖനത്തിൻ്റെ പ്രതിപാദ്യ വിഷയമെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ആ ലേഖനത്തിലെ ചില വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിക്കുവാനിടയായി തീർന്നത്. അതിൻ്റെ 10-ാമത്തെ അധ്യായത്തിൽ, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിക്കുവാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും വിചാരങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയുമിരിക്കുന്നു. പൗലോസ് പറയുന്നു, ഞങ്ങൾ പോരാടുന്നവരാണ്, ഞങ്ങൾക്ക് പോരാട്ടമുണ്ട്. എഫേസ്യ ലേഖനം 6-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്കവിടെ പോരാട്ടത്തെക്കുറിച്ചുള്ള ഒരു ഡെഫിനിഷൻ പൗലോസ് തന്നെ എഫെസോസിലെ സഭയ്ക്ക് കൊടുക്കുന്നുണ്ട്. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്ര എന്ന് വളരെ വ്യക്തമായി പുതിയ നിയമസഭയോട് പൗലോസിൽ കൂടെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ അതിൻ്റെ ആയുധത്തെക്കുറിച്ച് വ്യക്തമാക്കുക, ഏതുകൊണ്ടാണ് ഞങ്ങൾ പോരാടുന്നത്, അതായത് പുതിയ നിയമസഭ ഏത് ആയുധം ധരിച്ചുകൊണ്ടാണ് പോരാടുന്നത്, അല്ലെങ്കിൽ ഒരു ദൈവ പൈതൽ അല്ലെങ്കിൽ ഒരു ദൈവദാസൻ എങ്ങനെയാണ് പോരാടേണ്ടത് എന്നതിനെക്കുറിച്ച് വ്യക്തമാക്കുന്നു. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും പോരാട്ടത്തെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന, പഴയ നിയമത്തിൽ യുദ്ധമുണ്ട്, പഴയ നിയമത്തിലും പോരാട്ടമുണ്ട്. ഫെലിസ്ത്യരോടും ഫെരിസ്യരോടും മോവാബ്യരോടും അമോന്യരോടും ഒക്കെ ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്ക് പോരിൻ്റെ ആയുധങ്ങൾ വാളും കുന്തവും പരിചയും രഥങ്ങളും അങ്ങനെ വിവിധ നിലകളുള്ള കായിക അഭ്യാസങ്ങൾ പഠിച്ച് ആ വിധത്തിലുള്ള ആയുധങ്ങൾ കൊണ്ട് പഴയ നിയമത്തിൽ ശത്രുവിനെതിരെ പോരാടുമ്പോൾ പുതിയ നിയമത്തിലെ ശത്രു വ്യത്യസ്തമായി മറഞ്ഞു നിൽക്കുന്ന ശത്രുവിനെ വെളിപ്പെടുത്തിക്കൊണ്ട്, അത് നിങ്ങൾ ആത്മിക കണ്ണുകൾ കൊണ്ട് ശത്രുവിനെ കണ്ടുകൊണ്ട് പോരാടണമെന്ന് പറയുകയാണ്. പഴയ നിയമത്തിലെ പോരാട്ടം ജഡീകമാണെങ്കിൽ പുതിയ നിയമത്തിലെ പോരാട്ടത്തെ ആത്മീകമായിട്ട് പൗലോസ് കാണുകയാണ്. പഴയ നിയമത്തിൽ പോരാടുന്നത് ശത്രുവിനെ കണ്ടുകൊണ്ട് അക്ഷരീകമായ ആയുധങ്ങൾ കൊണ്ട്, വാളും കുന്തവും പരിച കൊണ്ട് ശത്രുവിനെ വെട്ടി പോരാടുമ്പോൾ പുതിയ നിയമത്തിലെ ആയുധങ്ങളും ശത്രുവും മറഞ്ഞിരിക്കുന്നെങ്കിലും ആയുധങ്ങൾ ആക്ഷരികമായ ആയുധങ്ങളല്ല, എന്നാൽ ആത്മീക ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് പോരാടണമെന്ന് വളരെ വ്യക്തമായി പൗലോസ് സഭയോട് വ്യക്തമാക്കുകയാണ്. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന നമ്മോട് പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ സംസാരിക്കുന്ന അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുതിയ നിയമത്തിലെ പോരാട്ടം ആത്മീക പോരാട്ടമാണെങ്കിൽ റോമാലേഖനത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ജഡത്തിൻ്റെ ചിന്തയും ആത്മാവിൻ്റെ ചിന്തയും ചിന്തകളെ ഇടിച്ചു കളയുന്നതാണ് പുതിയ നിയമത്തിലെ പോരാട്ടം. നോക്കൂ, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. കോട്ടകളെ ഇടിക്കുവാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ ചിന്തകൾ, കോട്ട എന്തുകൊണ്ട് കെട്ടിയിരിക്കുന്നു? അവയാൽ ഞങ്ങൾ ചിന്തകളും വിചാരങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളയുന്നു.
ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ആത്മീക വളർച്ചയ്ക്ക് എതിരെ, സഭയുടെ വളർച്ചയ്ക്കെതിരെ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിനെതിരെ, നമ്മുടെ കുടുംബ ജീവിതത്തിനെതിരെ, കുടുംബ പ്രാർത്ഥനയ്ക്കെതിരെ, സഭയുടെ വളർച്ചയ്ക്ക് എതിരെ നിൽക്കുന്ന സകല ചിന്തകളെയും ഇടിച്ചു കളയുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിനകത്ത് ആത്മീകമായി എത്രത്തോളം നാം വളരുന്നു അതിനനുസരിച്ച് ഇടിച്ചു കളഞ്ഞ് മുന്നേറുന്നതാണ് ഒരു ആത്മീക പോരാട്ടമായി വചനം വിളിച്ചു പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനാ ജീവിതത്തിൽ എത്രത്തോളം നമ്മൾ പുറകോട്ട് പോയി എന്ന് നാം കരുതണം. പണ്ട് കാലത്ത് സമൂഹ മാധ്യമങ്ങളൊന്നുമില്ലാതിരുന്ന ഫേസ്ബുക്കും യൂട്യൂബും ഇൻസ്റ്റഗ്രാമും ഒന്നുമില്ലാതിരുന്ന സമയത്ത് ഒരു ദൈവപൈതലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധി ദൈവവചനമായിരുന്നു, ബൈബിളായിരുന്നു. ബൈബിൾ എടുത്ത് വെച്ച് സമയം കിട്ടുന്ന സമയങ്ങളിലെല്ലാം നമ്മൾ ദൈവവചനം വായിക്കുമായിരുന്നു. ദൈവവചനത്തിന് മുമ്പിൽ സമയം ചെലവഴിക്കുമായിരുന്നു. നമ്മുടെ കർത്താവ് നമുക്ക് വെച്ചിട്ടുള്ള മാതൃക, അവൻ രാത്രി മുഴുവൻ മലയിലായിരുന്നു. അവൻ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. നമുക്ക് രാത്രി മുഴുവനൊന്നും പ്രാർത്ഥിക്കാൻ പറ്റിയെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മുടെ കുടുംബ പ്രാർത്ഥനയെങ്കിലും കൃത്യമായി നടത്തുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് ആത്മാർത്ഥമായി നമ്മുടെ ഹൃദയത്തിലേക്ക് ഇന്ന് പകലൊന്ന് ചിന്തിച്ചിട്ട് ദൈവത്തിന് മുമ്പാകെ നമ്മളെ ഒന്ന് ശോധന ചെയ്തേ. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, കുഞ്ഞുങ്ങളുടെ പഠനത്തിൻ്റെ സമയം, കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ പണ്ടത്തെ പോലെയല്ല, വളരെ ഓവർലോഡാണ് കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ. അതിനൊരു ടൈം ടേബിൾ വയ്ക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. പലപ്പോഴും കുഞ്ഞുങ്ങളുടെ പഠനം കഴിഞ്ഞ് അവിടെ ഇവിടെ നമ്മുടേതായ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചതിന് ശേഷം ഒരു ഉരുട്ടിപ്പുരട്ടിയുള്ള ഒരു ചെറിയ പ്രാർത്ഥന ഒന്ന് വരുത്തി തീർത്ത് പ്രാർത്ഥിച്ചു എന്ന് വരുത്തി തീർക്കുന്ന നിലകളിലുള്ള കുടുംബ പ്രാർത്ഥന അനുഭവങ്ങളാണ്. പലപ്പോഴും പണ്ട് സമയങ്ങളിൽ, പഴയ കാലഘട്ടങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദീർഘസമയങ്ങൾ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചിലവഴിച്ചിരുന്ന നമ്മുടെ ആ പഴയ കാല പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് നാം ഒന്ന് ഊളിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനയും വിശ്വാസത്തിലേക്ക് വന്ന സമയത്തുള്ള നമ്മുടെ പ്രാർത്ഥനയും അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ ദൈവത്തോട് നാം ചെലവഴിക്കുന്ന സമയങ്ങളും വളരെ വ്യത്യാസത്തിലായിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം നമ്മുടെ ചിന്തകളിലൂടെ നമുക്ക് സമയമുണ്ടെങ്കിലും നമുക്ക് സമയമില്ലാത്ത നിലകളിൽ പല രീതിയിലുള്ള തിരക്കുകൾ നാം അറിയാതെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. ഈ ഒരു പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് മടങ്ങി വന്നാലല്ലാതെ യൂട്യൂബിൽ 1.5 മണിക്കൂർ പ്രസംഗം കേട്ടതുകൊണ്ടോ ഫേസ്ബുക്കിൽ സൂം മീറ്റിങ്ങിലൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടോ നമ്മൾ എത്രത്തോളം ആത്മീക വർധനവിലേക്ക് വരുന്നു വ്യക്തിപരമായിട്ടെന്നുള്ളതിനെ കുറിച്ച് നാം ചിന്തിക്കണം. ഇന്ന് വചനം വളരെ സുലഭമാണ്. സമയമുള്ള സമയത്ത് യൂട്യൂബ് വെച്ചാലോ, സമയമുള്ള സമയത്ത് ക്രിസ്തീയ TV ചാനലുകൾ, പവറേഷൻ പോലുള്ള ചാനലുകൾ വെച്ചാലോ, ഹാർവസ്റ്റ് പോലുള്ള ചാനലുകൾ വെച്ചാലോ പ്രസംഗങ്ങളും കാര്യങ്ങളും അവിടവിടങ്ങളായി നമുക്ക് ശ്രദ്ധിക്കാനും ശ്രവിക്കാനും ഒക്കെ അവസരങ്ങളുണ്ടെങ്കിലും ദൈവത്തോടുള്ള ബന്ധത്തിൽ വ്യക്തിപരമായി നാം ചിലവഴിക്കുന്ന സമയങ്ങൾ എത്രത്തോളമുണ്ട് എന്ന് നമ്മളെ ഒന്ന് ശോധന ചെയ്യണം. പലപ്പോഴും ബൈബിൾ വായിക്കാനുള്ള സമയങ്ങൾ നമുക്കില്ല. നമ്മൾ അകന്നു വയ്ക്കൊണ്ടിരിക്കുക. എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ വരികയാ. സ്തോത്രം. നോക്കൂ, പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. കഴിഞ്ഞ ദിവസം വാർത്തയിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കറിയാം. ഒരു വിശ്വാസ കുടുംബത്തിലുണ്ടായിരുന്ന ഒരു മോന് തിരുവനന്തപുരത്ത്, അവനെ ഡോക്ടറേറ്റിനെ ഒക്കെ പഠിപ്പിക്കാൻ വിട്ട് മാതാപിതാക്കൾ പ്രാർത്ഥന അനുഭവമുള്ളവരാ. ഇതുപോലെ ഒരു വിശ്വാസ പശ്ചാത്തലത്തിൽ വളർന്നു വന്ന ആ കുഞ്ഞ് അവൻ്റെ പഠനത്തിനോടുള്ള ബന്ധത്തിൽ എറണാകുളത്ത് വന്നു. അവിടെ വേറെ ആക്ടിവിറ്റീസിലൊക്കെ പങ്കുചേർന്നു. അവസാനം അവൻ്റെ ഭവനത്തിൽ അവൻ്റെ സ്വന്തം പിതാവിനെ അവൻ വധിക്കുവാനിടയായി തീർന്നു, കൊല്ലുവാനിടയായി തീർന്നു. എത്ര ദാരുണമായ സംഭവമാണ് അത് സംഭവിച്ചത്. ഒരു ജാതീയ അല്ലെങ്കിൽ മറ്റ് നിലകളിൽ ദൈവത്തെ മനസ്സിലാക്കുവാൻ ശ്രമിച്ച കുടുംബത്തിലല്ല. ദൈവവചനമെടുത്ത് ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ സേവിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഭവനത്തിനകത്ത് അത് സംഭവിച്ചു എന്ന് ഓർക്കുമ്പോൾ നമ്മുടെ തലമുറകളെ കുറിച്ച് നമ്മൾ കരുതേണ്ടത് വളരെ ആവശ്യമാണ്. ഉന്നത വിദ്യാഭ്യാസം നമ്മുടെ തലമുറയ്ക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. ശക്തമായ നിലകളിൽ ഒരു അടിത്തറ അവർക്ക്
വിദ്യാഭ്യാസപരമായി കൊണ്ടുവരുവാൻ ശ്രമിക്കുമ്പോൾ ഈ അന്ത്യകാലഘട്ടത്തിൽ മനുഷ്യർ സ്വസ്നേഹികളും വമ്പ് പറയുന്നതും ദ്രവ്യാഗ്രഹങ്ങളുമായി തീരുമെന്ന് തിമത്യോസിന് പൗലോസ് ആത്മാവിൽ പ്രബോധനം കൊടുക്കുന്ന ഈ കാലഘട്ടത്തിൽ അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും വഴങ്ങാത്തവരുമായി തലമുറ മാറുമെന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ നാം നമ്മുടെ തലമുറയ്ക്ക് എത്രത്തോളം ആത്മീയ അടിത്തറ നമ്മുടെ ഭവനത്തിനകത്ത് ഇട്ടുകൊടുക്കുന്നു എന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. പാഠപുസ്തകങ്ങൾ പഠിക്കുവാൻ വേണ്ടി നമ്മൾ 1 മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂറോ അല്ലെങ്കിൽ രാവിലെ 8 മണിക്ക് പോകുന്ന കുട്ടികൾ 4 മണിക്കോ 3 മണിക്കോ 1 മണിക്കോ ഒക്കെ തിരിച്ച് വീട്ടിൽ വരുന്ന അതിനുശേഷം അവർക്ക് ട്യൂഷൻ കൊടുത്ത് അവർക്ക് പല നിലകളിൽ നമ്മൾ കൊടുക്കുമ്പോൾ ഒരു ദിവസം 1/2 മണിക്കൂർ കുഞ്ഞിന് പ്രാർത്ഥിക്കാൻ നമ്മൾ സമയം കൊടുക്കുന്നുണ്ടോ? ഒരു ദിവസം ഒരു 10 മിനിറ്റ് എൻ്റെ കുഞ്ഞ് ബൈബിൾ വായിക്കട്ടെ എന്ന് പറയാൻ ഒരു സമയം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നുണ്ടോ? ആ കുഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടോ, ബൈബിൾ വായിക്കുന്നുണ്ടോ എന്ന് കൃത്യമായി ഒന്ന് ഫോളോ ചെയ്യാൻ അവരെ അതിനുവേണ്ടി നമ്മൾ ഒരുക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. മറ്റ് നിലകളിൽ സർക്കുലറായ വിദ്യാഭ്യാസങ്ങൾ നമ്മുടെ തലമുറ പഠിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ ആ തലമുറ ഈ ദിവസങ്ങളിൽ ദൈവവചനത്തിനകത്തും ദൈവത്തോടുള്ള ബന്ധത്തിലും എത്രത്തോളം ആയിരിക്കുന്നു എന്നതിനെക്കുറിച്ച് നോക്കേണ്ട ഉത്തരവാദിത്വം ആത്മിക പിതാക്കളായ നമുക്കുള്ളതാണെന്ന് നമ്മൾ കരുതണം. തലമുറയെ അങ്ങനെ വളർത്തിയില്ല എന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്തെ ആ ഭവനത്തിനകത്ത് നടന്നത് പുറത്തു വന്ന ഒരു സംഭവമാണെങ്കിൽ ഇന്നും തലമുറകളെക്കുറിച്ച് ഓർത്ത് കരയുന്ന, തലമുറകളിലെ വിവിധ വിഷയങ്ങളെക്കുറിച്ച് ഓർത്ത് കരയുന്ന അനേക വിശ്വാസ ഭവനങ്ങൾ പാസ്റ്ററോടോ മറ്റ് ദൈവമക്കളോടോ ഷെയർ ചെയ്യുവാൻ പോലും കഴിയാതെ വിങ്ങി നീറിക്കഴിയുന്ന നിരവധി ഭവനങ്ങളുണ്ടെന്ന് ഓർത്തുകൊള്ളുക. അതുകൊണ്ട് നമ്മുടെ തലമുറകളെ എത്രത്തോളം ദൈവവചനത്തിനകത്ത് നിലനിർത്തുവാൻ നമ്മൾ ശ്രദ്ധിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഒരു ദിവസം ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ 20 മിനിറ്റോ 1/2 മണിക്കൂറോ എങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ബൈബിൾ വായനയ്ക്കും പ്രാർത്ഥനയ്ക്കുമായിട്ട് നമ്മൾ സമയത്തെ വേർതിരിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ എല്ലാ ചർച്ചസിലും ഉള്ളതുപോലെ സൺഡേ സ്കൂളുണ്ട്. സൺഡേ സ്കൂൾ കൊണ്ട് കുഞ്ഞുങ്ങൾ ആ സൺഡേ സ്കൂൾ നന്നായിട്ട് പഠിച്ച് അതിലെ കാര്യങ്ങളൊക്കെ പഠിച്ച് അതിൻ്റെ പരീക്ഷ നടത്തുമ്പോൾ ഉന്നത മാർക്ക് മേടിച്ചത് കൊണ്ട് കുഞ്ഞുങ്ങൾ ആത്മീകമായി വളരണം എന്ന് ഇല്ല. കാരണം നമ്മുടെ സൺഡേ സ്കൂൾ സിസ്റ്റം കർത്താവിനെക്കുറിച്ച് അറിയുവാനും ബൈബിളിനെക്കുറിച്ച് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാനും ഒക്കെ നമുക്ക് ഉതകുന്നതാണെങ്കിലും വീട്ടിൽ മാതാപിതാക്കൾ എപ്പോഴും കുഞ്ഞുങ്ങൾ, നിങ്ങൾ എപ്പോഴാണോ ജോലി കഴിഞ്ഞ് വരുന്നത്, നിങ്ങൾക്ക് എപ്പോഴാണോ സമയമുള്ളത്, ആ സമയത്ത് കുഞ്ഞുങ്ങളെ ഒരു 10 മിനിറ്റെങ്കിലും, ഒരു 5 മിനിറ്റ് ബൈബിൾ റീഡിങ്ങും ഒരു 5-10 മിനിറ്റ് പ്രാർത്ഥനയിലുമെങ്കിലും, എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല എന്ന് പറയുന്ന പല കുഞ്ഞുങ്ങളെയും കാണുവാൻ സാധിച്ചിട്ടുണ്ട്. നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്, നല്ല സൗകര്യങ്ങൾ, നല്ല സാമ്പത്തികമായിട്ടുമൊക്കെ നല്ല ചുറ്റുപാടുകൾ സ്വർഗത്തിലെ ദൈവം നമുക്ക് നമ്മെ അനുഗ്രഹിച്ചിട്ടുണ്ട്. നമുക്കറിയാം ദൈവമാണ് നമുക്കതൊക്കെ തന്നത്, അതിൽ നമുക്ക് സംശയമില്ല, തർക്കമില്ല. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആത്മീയ അടിത്തറ ഇടുന്നതിൽ നമ്മൾ ഭവനത്തിൽ എത്രത്തോളം ശുഷ്കാന്തിയുള്ളവരാണ് എന്ന് ചിന്തിച്ചു കൊള്ളുക. എൻ്റെ ആ ഭാഗം ഞാനങ്ങ് വിടുകയാണ്. സ്തോത്രം. അപ്പോൾ ചിന്തകൾ, വിചാരങ്ങൾ, ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ഉയർച്ചകളെ ഇടിച്ചു കളയാൻ നാം എത്രത്തോളം ഉത്സാഹിക്കുന്നോ അത്രത്തോളം ഒരു ആത്മീക വിജയം നമ്മുടെ ജീവിതത്തിനകത്ത് വരുവാനിടയായിത്തീരും. നമുക്ക് പ്രതികരിക്കേണ്ട പലയിടങ്ങളിൽ നമ്മൾ പ്രതികരിക്കാതിരിക്കേണ്ട ഒരനുഭവമാണ് തിരുവചനം പറയുന്നത്. പണ്ടത്തെ കാലത്തെ പോലെ അല്ല ഇന്ന്. പ്രതികരിക്കാൻ നിരവധി മേഖലകളുണ്ട്, നിരവധി സമയങ്ങളുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ പ്രതികരിക്കുന്ന ഓരോ ദൈവദാസന്മാരുടെ വീഴ്ചകളെ എടുത്ത് മറ്റുള്ള ദൈവദാസന്മാർ പ്രതികരിക്കുമ്പോൾ അതിന് അഭിപ്രായം പറയുന്ന നിരവധി കാര്യങ്ങൾ ഞാൻ കാണാറുണ്ട്. ശൗലിൻ്റെ തല വെട്ടി എന്ന് പറഞ്ഞ് ദാവീദിനോട് ഒരുത്തം എന്ന് പറഞ്ഞപ്പോൾ സന്തോഷിക്കുകയല്ല ദാവീദ്. ശൗലിൻ്റെ വീഴ്ചയിൽ ശൗൽ തൻ്റെ വാളിൽ തന്നെ ആത്മഹത്യ ചെയ്യത്തക്കവണ്ണമുള്ള സാഹചര്യം വന്നപ്പോൾ അതിൽ സന്തോഷിക്കുകയല്ല ദാവീദ് ചെയ്തത്, കരയുകയാ ദാവീദ് ചെയ്തത്. നോക്കൂ, ദാവീദിനെതിരെ എത്രയോ തവണ കുന്തമെറിഞ്ഞ് ദാവീദിനെ കൊല്ലുവാൻ ശ്രമിച്ച ഒരു മനുഷ്യനാണ്. ദാവീദിനെ
നായെ വേട്ടയാടുന്നത് പോലെ വേട്ടയാടുവാൻ ശ്രമിച്ച ഒരു മനുഷ്യനാ. എത്രയോ തവണ ദാവീദിനെ വകവരുത്തുവാൻ ശ്രമിച്ച ഒരു മനുഷ്യനാ. പക ഏറ്റവും കൂടുതൽ ശൗലിനോട് ഉണ്ടാകേണ്ടതാ. പക്ഷെ ആ പകയും വിദ്വേഷവും എല്ലാം മറന്ന് അഭിഷിക്തന്റെ വീഴ്ചയിൽ ദാവീദ് കരയുന്ന ഒരു കാഴ്ച കാണുവാൻ സാധിക്കും. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിനകത്ത് പ്രതികരിക്കുവാൻ നിരവധി മേഖലകൾ, നിരവധി അവസരങ്ങൾ ഉള്ളപ്പോഴും അതിനെ അടക്കുവാൻ തക്കവണ്ണം നാം തയ്യാറാകുന്നതാണ് നമ്മുടെ ജീവിതത്തിനകത്തൊരു ആത്മീക വിജയം. ചിന്തകളെ, വിചാരങ്ങളെ പിടിച്ചടക്കുക. നിരവധി വിഷയങ്ങൾ ഇതിനകത്ത് വ്യാഖ്യാനിച്ച് പോകേണ്ടതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുക. സ്തോത്രം. പരിശുദ്ധാത്മാവ് നമ്മളെ എത്രത്തോളം പഠിപ്പിക്കുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. എത്രത്തോളം ആത്മീകമായി നാം വളരുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്, ആത്മീക അച്ചടക്കം എത്രത്തോളം നമ്മുടെ ജീവിതത്തിനകത്തുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആത്മീയ അച്ചടക്കം. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് നീ അറിഞ്ഞുകൊള്ളുവനെന്നൊക്കെ ദാവീദിനോട് നിരവധി തവണ പറയുന്നു. ദാവീദ് മിണ്ടാതിരുന്ന എത്രയോ സന്ദർഭങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിനകത്ത് പ്രതികരിക്കുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ പലപ്പോഴും പ്രതികരിക്കുന്നതിനേക്കാൾ കൂടുതലായി പ്രതികരിക്കുന്ന നിരവധി മേഖലകളുണ്ട്. ആ മേഖലകളൊക്കെ പിടിച്ചടക്കുവാൻ ശൗലിന്റെ മുമ്പിൽ എത്രയോ തവണ മിണ്ടാതിരുന്നിട്ടുണ്ട്. ഫിലിസ്ത്യ രാജാവിൻ്റെ മുമ്പിൽ എത്രയോ തവണ ദാവീദ് മിണ്ടാതിരുന്നിട്ടുണ്ട്. തൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, യഹോവ എന്നെ തൻ്റെ ഭവനത്തിനകത്ത് തന്നെ തള്ളിക്കളഞ്ഞ സഹോദരങ്ങളുടെ മുമ്പിൽ, അപ്പൻ്റെ മുമ്പിൽ, അമ്മയുടെ മുമ്പിൽ താൻ മിണ്ടാതിരുന്ന സന്ദർഭങ്ങളുണ്ട്. പിടിച്ചടക്കുവാൻ കഴിയണം. ചിന്തകളെയും വിചാരങ്ങളെയും വികാരങ്ങളെയും നമ്മുടെ കോപങ്ങളെയും ദേഷ്യങ്ങളെല്ലാം പിടിച്ചടക്കുവാൻ തക്കവണ്ണമുള്ള ഒരാത്മീക അച്ചടക്കത്തിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് പോരാട്ടത്തിൽ നാം വിജയിക്കുവാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് കൊരിന്തിലെ സഭയോട് ഇത് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോസ്തലത്തെ ചോദ്യം ചെയ്ത് പൗലോസിനെതിരെ വിപ്ലവമുണ്ടാക്കി, പൗലോസിനെതിരെ പക്ഷം തിരിഞ്ഞ് പൗലോസ് ശുശ്രൂഷകനല്ല എന്ന് പറഞ്ഞ് വളരെ വികാരപരമായി പ്രതികരിച്ച വിശ്വാസികളോട് പറയുന്നതാ, നിങ്ങൾ വിചാരങ്ങളെയും ചിന്തകളെയും പിടിച്ചടക്കണം. നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ നിങ്ങളുടെ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഞാൻ ഒരുങ്ങിയിരിക്കുക. പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, നമ്മുടെ ജീവിതത്തിനകത്ത് ആത്മീക പോരാട്ടത്തിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ ശത്രു നമ്മുടെ കണ്ണിന് മുമ്പിൽ കാണുന്ന ശത്രുവല്ല, നമ്മുടെ ആയുധങ്ങൾ നമ്മുടെ കൈകളിലുള്ള ആയുധങ്ങളുമല്ല. നമ്മുടെ കണ്ണിന് മുമ്പിൽ മറഞ്ഞിരിക്കുന്ന ശത്രുവിനോടാണ് പോരുതുന്നതെങ്കിലും നമുക്ക് പോരാടുവാൻ തക്കവണ്ണം ശക്തിയേറിയ ആയുധങ്ങൾ നമ്മുടെ ഇച്ഛകളെയും നമ്മുടെ ചിന്തകളെയും നമ്മുടെ വിചാരങ്ങളെയും പിടിച്ചടക്കുവാൻ തക്കവണ്ണമുള്ള ആത്മശക്തി ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ആ ആത്മശക്തിയിൽ നമ്മുടെ വിചാരങ്ങളെയും ചിന്തകളെയും പിടിച്ചടക്കി ആത്മിക പോരാട്ടത്തിൽ വിജയം വരിക്കുവാൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.